ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഗോവയിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലാണ് പോലീസ് ഞങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യാനൊക്കെ ഇടയായത്. ഞങ്ങളൊരു രാവിലെ 7:30 സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ചായ കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വഴിയിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയിൽ നല്ലൊരു ഹോട്ടൽ നോക്കുമായിരുന്നു. ഞങ്ങൾ പോകുന്നത് ഷോർട്ട് വഴി ആയതുകൊണ്ട് തന്നെ കൂടുതലും നാച്ചുറൽ കാഴ്ചകളാണ് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ പോകുന്നത് ഏകദേശം ഒരു ഗോവ കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവ കർണാടക ബോർഡറിലാണ് പോലീസ് ചെക്കിംഗ് ഉള്ളത്. അവിടെ നമുക്ക് ഓൾറെഡി പോലീസ് ചെക്കിംഗ് ഉള്ളത് അറിയാമായിരുന്നു. സാധാരണയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവർ വിടാറാണുള്ളത്. ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് ഉണ്ടായത് കേട്ടോ. ഇപ്രാവശ്യം എന്നുള്ള വേറൊരു ദിവസം കൂടി ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് കാടാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് കർണാടക ഗോവ ബോർഡർ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ഒരുപാട് ബോർഡുകൾ കാണാൻ പറ്റും, പ്രിക്കോഷൻസ് ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള. അതിങ്ങനെ റീഡ് ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. കാരണം പുതുമയുള്ള ഓരോ സെൻറ്റൻസുകളായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുന്നിലായിട്ട് ഒരു ബോർഡ് കാണാൻ പറ്റും, ഇഞ്ചുറി ഗിവ്സ് ടിയേഴ്സ്, സേഫ്റ്റി ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിച്ച് പോകുന്നത് കൊണ്ട് തന്നെ വലിയ യാത്രകളൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇതുവരെയായിട്ടും ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു കാട് പോലത്തെ ഒരു സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബോർഡർ വരുന്നത്. ഇവിടെയാണ് ചെക്കിങ് ഉണ്ടാവുക. ഞങ്ങൾക്ക് അന്ന് വനിതാ പോലീസായിരുന്നു ചെക്കിങ്ങിനായിട്ട് ഉണ്ടായിരുന്നത്. हम पीता नहीं क्यों? अब तो हम पीना नहीं चाहते हैं। मैं तो डिक्की मत ओपन करो, डिक्की उधर ओपन हो जाए, ओपन हो जाएगी। എന്താണ് ബോട്ടിൽ, എന്താ സംഭവം? ബോട്ടിൽ കള്ളുണ്ടോ? ആകെ ഗോവന്ന് കൊണ്ടുപോകണതാണല്ലോ കല്ല്. എന്തായിരിക്കും വീഡിയോ എടുക്കണ്ട്. ബാഗൊക്കെ തുറക്കണ്ടോ? ഓപ്പൺ ചെയ്യണ്ട. എനിക്കെന്താ ഓക്കെ. ഇതുപോലെ മുമ്പ് അവർക്ക് ഏതെങ്കിലും ഫാമിലീസിൻ്റെ അടുത്തുനിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങളെയും കൂടി ബാഗൊക്കെ ചെക്ക് ചെയ്യാനിടയായത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങളുടെ കൂടെ വേറൊരു വണ്ടിയിൽ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിലും ഞങ്ങൾ ഇതുവരെയായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളാൾ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഉള്ളാൾ യാറും സന്ദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഇവക്കുട്ടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റർടൈൻമെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞ് 11 മണിയൊക്കെ ആയി കാണും. ഈ ഒരു സമയത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ ഒരു കർണാടകയിലൊരു ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചെറിയ ബേബിക്ക് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാറാണുള്ളത്. ഹോട്ടൽ ഫുഡൊന്നും കൊടുക്കാറില്ല. അപ്പോൾ രാവിലെ ഫോമുല മിൽക്കും ബിസ്ക്കറ്റുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യാത്രയിലാണെങ്കിൽ ഓൺ ദ ടൈമിന് തന്നെ ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അതുപോലെ കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടും ബുദ്ധിമുട്ടാണ്.
നല്ല വെജിറ്റേറിയനൊക്കെ കാണാൻ മാത്രമാണ് ഞങ്ങൾ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ, എന്തെങ്കിലും വേറെ ഫുഡുകളൊക്കെ കയ്യിൽ കരുതാറാണുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി വാങ്ങിച്ചു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ച ഫ്രൂട്ട്സ് കഴിച്ചു. അതിന് ശേഷമാണ് ഉള്ളാൾ കയറുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി, പിന്നെ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ നിന്ന് ശേഷം കർണാടക ലാസ്റ്റിലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ ബ്രദർ ഫാമിലി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് കർണാടക ലാസ്റ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കേരള ഹോട്ടലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോന്നു. മാക്സിമം പെട്ടെന്ന് എത്താനാണ് കേട്ടോ നോക്കാറുള്ളത്. അപ്പോൾ എവിടെയും അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വണ്ടി നിർത്താറുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ തട്ടുകടയാണ് കാണാനായത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കയറി ചായ കുടിച്ചു. അതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, കറക്റ്റ് സ്പോട്ട് അറിയുന്നില്ല. അങ്ങനെ പിന്നെ കണ്ണൂർ, കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. ഞങ്ങൾ മലപ്പുറമാണ്. കാസർഗോഡ് നല്ല ഡ്രസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ഈവനിങ്ങിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെയൊക്കെ കറക്റ്റ് സ്പോട്ട് അറിയുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഉറക്കത്തിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഒരു 10 മണിക്ക് ആ ഒരു ടൈമിലൊക്കെ. അത് കഴിഞ്ഞ് 10 മണിക്ക് ശേഷമാണ് കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 12 മണി ഒക്കെ ആയപ്പോഴാണ് കോഴിക്കോട് എത്തിയത്. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടൗണിലൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഉള്ളേരിയയിലൊക്കെ ഷോർട്ട് കട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പേടിയാവാറുണ്ട്. ആളുകളോ ലൈറ്റുകളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കറിയാത്ത സ്ഥലങ്ങളും കൂടി ആവുമ്പോൾ കുറച്ചൊരു പേടി തോന്നാറുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോരുന്ന സമയത്ത്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു പാടം പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഷോർട്ട് വഴിയായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആരും വഴി തെറ്റിയപ്പോൾ ചോദിക്കാനോ പറയാനോ ഒന്നും ആളുകളും ഇല്ല. അങ്ങനെയായിട്ട് കുറച്ചൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ ഹൈവേ അല്ലെങ്കിൽ ടൗൺ ഏരിയയിൽ കൂടെ മാത്രമാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഞങ്ങളുടെ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് കഴിഞ്ഞ് തോന്നുന്നു. ഇത് ഞങ്ങളുടെ ഒരു ഏരിയ ആണ്. പുത്തനത്താണി ആ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പുറം വരുന്നത്. ഞങ്ങളുടെ വീട് കുറ്റിപ്പുറമാണ്. ഈ ഒരു സ്ഥലം അറിയുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് പുത്തനത്താണി മെയിൻ സ്പോട്ടാണ്, പള്ളിയൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി ഞങ്ങളുടെ വീട് എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈനലി ഞങ്ങളുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.